എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പഞ്ചായത്ത് മെമ്പേഴ്സിനെ കുറിച്ചും കോർപ്പറേഷൻ കൗൺസിലർമാരെയും കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ നിന്നും പത്രങ്ങളിൽ നിന്നും അറിയുന്നതാണ്. വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ചിലപ്പോൾ അറിയേണ്ടി വരുന്നത്. അതായത് ഓരോ മെമ്പർമാരും മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കോർപ്പറേഷനിലായിരുന്നാലും പഞ്ചായത്ത് തലങ്ങളിലായിരുന്നാലും മുനിസിപ്പാലിറ്റിയിലായിരുന്നാലും. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ, തങ്ങളുടെ പരിധിയിലുള്ള ആളുകളുടെ ജീവിത രീതി, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കണ്ടറിയേണ്ടത് ആ പഞ്ചായത്ത് മെമ്പറാണ്. അത് ഏത് പാർട്ടിക്കാരുടെ ആയിരുന്നാലും, ഒരുപക്ഷെ ഭരണപക്ഷത്തിൻ്റെ അനുഭാവികളോ പ്രതിപക്ഷത്തിൻ്റെ അനുഭാവികളോ ആരുമായിക്കോട്ടെ, ഒന്ന് മനസ്സിലാക്കിയ കേരളത്തിൽ പല വീടുകളും പട്ടിണിയിൽ കഴിയുന്നവരുണ്ട്. ആഹാരമില്ലാതെ, ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ പല വീടുകളുമുണ്ട്. ശരിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരുണ്ട്. ചോർച്ചയുള്ള വീടുകൾ, അത് മഴ പെയ്താൽ വെള്ളം ഉള്ളിൽ കയറുമെന്ന് അവർക്ക് സൗകര്യമായി അന്തി ഉറങ്ങാൻ വയ്യാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. ശരിയായി തൊഴിലില്ലാത്തവരുണ്ട്. സ്കൂളിൽ പിള്ളേർക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള കുട്ടികളുണ്ട്. അവർക്ക് ട്രാൻസ്പോർട്ട് സൗകര്യമില്ലാത്തവരുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ആയ വെളിച്ചം, അതായത് കറണ്ടും വെള്ളവും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ശരിക്ക് തങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് കടന്നു പോകാൻ മാർഗതടസ്സമുള്ള വീടുകൾ വരെയുണ്ട്. എന്തിനു വേറെ, വേസ്റ്റ് കൊണ്ട് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആ ദുർഗന്ധം വഹിച്ച് ആ ദുർഗന്ധം ഏറ്റ് ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുക ഇതൊന്നും കേരളത്തിലില്ലെന്ന്. കേരളത്തിലുണ്ട്. ഈവൻ എനിക്ക് ആദ്യമായി എന്ന് പറയാം, ട്രിവാൻഡ്രം ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ വരെ അങ്ങനെ ഉണ്ട്. ഞാൻ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അവർ കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള, നേരിൽ കണ്ടതാണ്. സങ്കടം തോന്നുന്നു, ദുഃഖം തോന്നുന്നു, വളരെ പ്രയാസം തോന്നുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ പാവം പിടിച്ചവരുടെ വോട്ടുകൾ വാങ്ങി നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അഭിമാനത്തെ ഭയന്ന് അഭിമാനക്കേടുണ്ടാകുമെന്നുള്ള രീതിയിൽ പലരും അവരുടെ യഥാർത്ഥ സ്ഥിതി പറയാറില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അവർ പറഞ്ഞില്ലെങ്കിലും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് അറിയേണ്ടത് ഒരു ധാർമ്മികതയാണ്. അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ കടന്നെത്തണം. അപ്പോഴേ നിങ്ങൾ യഥാർത്ഥ ഒരു പ്രവർത്തകനാകത്തുള്ളൂ, ഒരു രാഷ്ട്രീയക്കാരനാകത്തുള്ളൂ. അല്ലാതെ ഒരു മരണം പെടുമ്പോൾ ഓടിയെത്തുക, അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഓടിയെത്തുക, അങ്ങനെ പത്രത്തിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക, ഇതൊന്നും അല്ല വേണ്ടത്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്നത് ആരെങ്കിലും ഈ മെമ്പർമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെമ്പർമാരുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക, അവരൊന്ന് ബോധവൽക്കരിപ്പിക്കുക. ഇതിലും കൂടുതൽ ഏറ്റവും മോശമായ ഒരു വ്യവസ്ഥ ഇപ്പോൾ നടക്കുന്നത്, എല്ലാവിധ സാമ്പത്തിക ശേഷി ഉള്ളവർ തന്നെ
രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ടിൽ പാവം പിടിച്ചവർക്ക് കിട്ടേണ്ട പെൻഷൻ ആനുകൂല്യം വരെ കൈപ്പറ്റുന്ന അർഹതയില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. അർഹതയുള്ളവർക്ക് ഒട്ട് കിട്ടുന്നുമില്ല. എന്തൊരു കഷ്ടമാണെന്ന്. അവർക്ക് താമസിക്കാൻ നല്ല വീട് സൗകര്യങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, കുട്ടികൾ വടികൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ഇന്നും പാവം പിടിച്ച നിർധനർക്ക് കിട്ടേണ്ട പെൻഷൻ വാങ്ങിക്കഴിക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് വയ്ക്കണം, ദുഃഖമാണ്. കാരണം പലപ്പോഴും ഗവൺമെൻറ്റിന് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷി സ്റ്റേറ്റ്സിനില്ല. എന്നാൽ പെൻഷൻ കൊടുക്കുമ്പോൾ അർഹതയില്ലാത്തവരും അത് സ്വീകരിക്കുന്നു. എത്ര മനുഷ്യൻ എനിക്ക് പെൻഷൻ വേണ്ട ഒന്ന് എഴുതി കൊടുക്കുമോ? ഇല്ല. ശരിക്കൊന്ന് സർവേ നടത്തിയാൽ ഓരോ വാർഡ് മെമ്പറും മനസ്സാക്ഷിയോട് അവർ പ്രവർത്തിച്ചാൽ ഓരോ വാർഡിൽ നിന്നും പലരുടെയും പെൻഷൻ നിർത്താൻ സാധിക്കും. പക്ഷേ ഈ വോട്ടിൻ്റെ ഒരു ഇത് വെച്ച് അവരാരും പറയില്ല, അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. തെറ്റാണത്. എത്രയോ കുട്ടികൾ ശരിക്കും ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നു, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്നു, ശുദ്ധജലമില്ലാതെ കഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഗവൺമെൻറ്റിന് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിനും അതിനുള്ളൊരു സാമ്പത്തിക ശക്തി ഉണ്ടാകണം. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ്സ് സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. മാക്സിമം അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു. പിന്നെ പിടിപ്പുകേടുണ്ട്, അത് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഗവൺമെൻറ് ഒന്നും ചിന്തിക്കുന്നില്ല. ഗവൺമെൻറ് കണ്ട് പിടിക്കേണ്ട പല കാര്യങ്ങളും അവർ കണ്ണടയ്ക്കുന്നു. ഗവൺമെൻറ്റിനറിയാം അർഹതയില്ലാത്ത പലരും പെൻഷൻ വാങ്ങുന്നതായി. എന്തുകൊണ്ടത് നിർത്തലാക്കിക്കൂടാ? അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക. പല വീടുകളിലും രോഗികളുണ്ട്, അവർക്ക് ചികിത്സ കിട്ടുന്നില്ല. കാരണം അവർക്ക് ഹോസ്പിറ്റലിൽ ചെന്നെത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? കോർപ്പറേഷൻ ആംബുലൻസ് ഉണ്ട്, ഈ ഒത്തിരി സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആംബുലൻസിൽ ഈ കിടപ്പ് രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതൊരു മെമ്പർ വിചാരിച്ചാൽ സാധിക്കും. എത്ര പേർ അതിന് ശ്രമിക്കുന്നു? വളരെ ചുരുക്കം പേർ. ഞാൻ എല്ലാ മെമ്പേഴ്സിനെയും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ ഒരു ചിലവരുണ്ട് വെറും യാതൊരു സപ്പോർട്ടും ചെയ്യാത്തവർ. അവർ ആ ഇലക്ഷൻ സമയത്ത് മാത്രമേ ആ വീടുകളിൽ കയറി ഇറങ്ങുക. അത് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു വീടും ആഹാരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഞാൻ ഒരു വീഡിയോ കണ്ടു, ഞാൻ അവരുടെ പേര് പറയില്ല. ആഹാരമില്ല, അവരാകെ കഴിയുന്ന റേഷൻ കിട്ടുന്ന ആ റൈസ് കൊണ്ടാണ് അവർ കഴിയുന്നത്. സ്റ്റൗ പിന്നെ മണ്ണെണ്ണയില്ല, മണ്ണെണ്ണ കൊണ്ട് സ്റ്റൗ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അടുപ്പ്, അതിനുള്ള വിറക് കിട്ടുന്നില്ല, കഷ്ടപ്പെടുകയാണ് അവർ. ഞാൻ ദൃശ്യമാധ്യമങ്ങൾ കണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 2 ദിവസത്തെ കർമ്മ ന്യൂസ് പബ്ലിഷ് ചെയ്തതാണ്. അവരുടെ ന്യൂസിൽ ഞാൻ കണ്ടതാണ്. നിർധനർ ഒരു കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. സങ്കടം തോന്നുന്നു. ഇത്ര ശോചനം. അതായത് സുഡാനിലും മറ്റും കഷ്ടപ്പെടുന്നതിലുപരി നമ്മുടെ ഇവിടെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. വിശ്വസിക്കില്ല. ഈ എന്തോ സുന്ദരമായ ഈ കേരളത്തിൽ, ഗാഡ്സ് ഓൺ കൺട്രിയിൽ പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് ഒന്ന് പറയാമോ? ആരും പറയില്ല. നാണക്കേടാണ്. സോ എല്ലാവർക്കും കേരളീയർ അഭിമാനികളാണ്, പട്ടിണിപ്പാവങ്ങളാണ്. അവരെ തേടി ആരും എത്താറില്ല. സോ ഇതിനൊരു മാറ്റം കൊടുക്കുക. മാറ്റം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക. അനാവശ്യമായിട്ട് എന്തോരു
വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത പല വേസ്റ്റും അത് വേസ്റ്റാക്കാൻ ആൾക്കാർ വളരെ നിർബന്ധിതരാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞാൽ അത് തീരില്ല. വെറുതെ നമ്മുടെ സമയം വേസ്റ്റാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഈ നേതാക്കന്മാരോട്, അതായത് വാർഡ് മെമ്പറോടോ മറ്റേ കൗൺസിലർമാരോട് ഇവരൊക്കെ പറയാണ്, നിങ്ങളുടെ വാർഡിൽ ഒരു വീട് പോലും പട്ടിണി കിടക്കുന്നതായിട്ട് ഉണ്ടാകരുത്. നിങ്ങൾ ഓരോ വീടാന്തരം പോയി നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ പറ്റും. അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സേനകൾ അറിയിച്ചാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. രോഗികളെ കണ്ടെത്തുക, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചം കിട്ടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. ഇതാണ് മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ല വോട്ട് സമയത്തിന് മാത്രം അവരൊന്നും സമീപിക്കരുത്. കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. പ്ലീസ്, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഞാൻ ബ്ലെയിം ചെയ്യുന്നത് നേതാക്കന്മാരെയോ മറ്റവരോ. പക്ഷേ ആ വാർഡ് മെമ്പേഴ്സ് നിങ്ങൾക്ക് നേരിട്ടറിയാൻ പറ്റും. ഇനിയെങ്കിലും അർഹതയില്ലാത്തവർ വാങ്ങുന്ന പെൻഷൻ നിർത്തിപ്പിക്കുക. ആ ഖജനാവിൽ ആ പൈസ സേവ് ചെയ്യാൻ പറ്റും. അത് അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും. അത് മെമ്പർമാർ ചെയ്യുന്നതാണ്. അത് ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. മെമ്പർമാർ അതിനെ പറഞ്ഞ് അവരുടെ പെൻഷൻ കട്ട് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ ഒരു വോട്ടിന് വേണ്ടി മറ്റുള്ളവരെ പട്ടിണി പാവങ്ങളാക്കരുത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിതാപകരമായ വീഡിയോ ചെയ്യുന്നതിനുള്ള സാഹചര്യം തരരുത്. ഇനിയെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ശോചനീയമായ കഥകൾ കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാണാം, കേൾക്കാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.